മഹാഷോഡശി എന്ന് പറയുന്ന ഒരു പദ്ധതിയുണ്ട്. മഹാഷോഡശി ഇതൊക്കെ ഗുരുവിൽ നിന്ന് നേരിട്ട് മന്ത്രം ദീക്ഷയായിട്ട് വാങ്ങേണ്ട കാര്യങ്ങളാണ്. മഹാഷോഡശിയും കഴിഞ്ഞിട്ട് പര എന്ന് പറയുന്നൊരു ദേവത അല്ലെങ്കിൽ പര എന്ന് പറയുന്ന ഒരു ഭാവം ഉണ്ട്. അപ്പോൾ തന്ത്രശാസ്ത്രത്തിൻ്റെ ശാക്തേയ സിദ്ധാന്തത്തിൽ ഏറ്റവും ടോപ്പിൽ ഉള്ള ഒരു സിദ്ധാന്ത തലമാണ് പര എന്ന് പറയുന്നത്. സൂചിയുടെ അറ്റത്തേക്ക് വരുമ്പോഴാണ് അതിനെ മൂർച്ച കൂടുന്നത് അല്ലേ? അതിൻ്റെ സ്ഥൂലമായ രൂപത്തിന് കട്ടി കൂടിയ ഭാഗത്തിന് ശക്തി കുറവായിരിക്കും, അല്ലെങ്കിൽ അതിനെ ആ തുളച്ച് കയറാനുള്ള ശക്തി കുറവായിരിക്കും. പക്ഷേ അത് മൂർച്ചയേറിയ കൂർത്തു വരുന്ന ഭാഗത്തേക്ക് വരുമ്പോൾ, സൂക്ഷ്മതലത്തിലേക്ക് വരുമ്പോൾ ശക്തി കൂടും എന്നതുപോലെ ആ ഒരക്ഷരത്തിന് അത്രത്തോളം പ്രാധാന്യമുണ്ട്. സൂചിയുടെ മുന പോലെയാണ്. നിങ്ങൾ രാജ്യം ദേയം ശിരോദേയം എന്ന ദേയം ഷോഡശാക്ഷരി എന്ന് പറയാറുണ്ട്. നിങ്ങൾ രാജ്യം കൊടുത്തോളൂ, നിങ്ങളെ ശിരസ് തന്നെ കൊടുത്തോളൂ, പക്ഷേ ഷോഡശാക്ഷരി എന്ന് പറയുന്ന മന്ത്രം നിങ്ങൾ വെറുതെ കൊടുക്കരുത് എന്ന് പറയാറുണ്ട്. അപ്പോൾ അത്രത്തോളം ഗുരുവിന് ബോധ്യപ്പെട്ടാൽ മാത്രമേ ആ മന്ത്രം ഉപദേശിക്കാൻ പാടുള്ളൂ. നമ്മളെല്ലാം പോയിട്ട് ഓരോ കാര്യങ്ങളിൽ കെട്ടുപാടുണ്ടാക്കുകയാണല്ലോ. ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഇന്ന് ഒരു കെട്ടുപാടുണ്ടാക്കി, നാളെ വേറൊരു കെട്ടുപാടുണ്ടാക്കി, മറ്റന്നാൾ വേറെ. അപ്പോൾ ഇതൊക്കെ അഴിക്കാനായിട്ട് വീണ്ടും ശ്രമിക്കും. അപ്പോൾ നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ മരിക്കുന്നവരെ ഈ കെട്ടുപാടുകളാണ്. ആ കെട്ടുപാടുകളിൽ നിന്നെല്ലാം ഇങ്ങനെ വിട്ട് സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കാനുള്ള കൃത്യമായൊരു വഴിയാണ് ഈ ഉപാസന പദ്ധതി നമുക്ക് പറഞ്ഞു തരുന്നത്. യാതൊന്നിനെ അറിഞ്ഞാലാണോ എല്ലാം അറിയുക എന്ന് ഉപനിഷത്തുകൾ പറയാറുണ്ട്. എന്തിനെ അറിയണമോ അതിനെ അറിയണമെങ്കിൽ എല്ലാത്തിനെയും അറിയണം. അപ്പോൾ എന്തിനെ അറിയണമോ അതിനെ അറിയണമെങ്കിൽ എല്ലാത്തിനെയും അറിയണം. ഒന്നിനെ അറിഞ്ഞാൽ എല്ലാം അറിയുമെന്നും പറയുന്നുണ്ട്. മൂലാധാരത്തിൽ നിന്നും കുണ്ടലിനി ഉണർന്ന് മുകളിലേക്ക് പോയി മണിപൂരകം തുടങ്ങിയിട്ടുള്ള ആധാരചക്രം, ആദ്യത്തെ 2-3 ആധാരചക്രങ്ങളെ ഭേദിച്ചു പോകുമ്പം ഈ ലോകത്തുള്ള പലതും അനുഭവിക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസി വരും. സുഖങ്ങളൊക്കെ അനുഭവിക്കാനായിട്ട്, നല്ല വസ്ത്രം ധരിക്കാനായിട്ട്, നല്ല ഭക്ഷണം കഴിക്കാനായിട്ട്, നല്ല ആളുകളെ കാണാനായിട്ട്, നല്ല ആളുകളോട് സംസാരിക്കാനായിട്ട്, ഭൗതിക സുഖങ്ങളോട് ഭയങ്കരമായ ആസക്തി ഉണ്ടാകും. അതിൽ പക്ഷേ ഈ ഉപാസകൻ പെട്ടുപോയാൽ അവിടെ നിന്നൊരു ഉയർച്ച വളരെ പ്രയാസകരമാണ്. അപ്പോൾ സാധാരണ ഒരു തന്ത്രത്തെ ആദ്യം തന്നെ ആശ്രയിക്കുമ്പോൾ എന്തിനാണ് ഇത്രയും ദേവതമാർ? ഇപ്പോൾ ശ്രീവിദ്യാ പദ്ധതി തന്നെ ഇത്രയും ദേവതമാർ എന്തിനാണ്? ശ്രീവിദ്യ മാത്രം പോരെ? പലരും ചോദിക്കാറുണ്ട്, നേരിട്ട് ശ്രീവിദ്യ ദീക്ഷ എടുത്താൽ പോരെ, എന്തിനാണ് മറ്റുള്ള ഉപാസന എല്ലാം ചെയ്യുന്നത്? ഉപദേശങ്ങളൊക്കെ സ്വീകരിച്ചാൽ ഹൃദയം കൊണ്ട് ഉപദേശിക്കണമെന്ന് പറയാറുണ്ട് അല്ലേ? ബുദ്ധി കൊണ്ട് ഉപദേശിക്കരുത്, ഹൃദയം കൊണ്ട് ഉപദേശിക്കണം. ചിലരെ കീഴ്പ്പെടുത്താൻ ബുദ്ധി കൊണ്ട് തന്നെ പ്രയോജനപ്പെടും. അപ്പോൾ ആ ഹൃദയ നൈർമല്യം ഉണ്ടാകാനായിട്ട്, ഹൃദയശുദ്ധി ഉണ്ടാകാനായിട്ട് ഈ മാതങ്കി ഉപാസിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരേപോലെ ബുദ്ധിയും അതുപോലെ ഹൃദയവും ഒരേപോലെ പ്രവർത്തിക്കുന്ന ഒരു സിദ്ധിക്ക് വേണ്ടിയിട്ട് ഉപാസിക്കാവുന്ന ദേവതയാണ് മാതങ്കി. നമസ്കാരം. ശ്രീവിദ്യോപാസന സമ്പ്രദായത്തിലെ സുപ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് ശ്രീ പരശുരാമ കൽപ്പസൂത്രം. മലയാളത്തിൽ ഇതിന് ഭാഷ്യം രചിച്ചുകൊണ്ട് സാധാരണക്കാരിലേക്ക് കൂടി ഈ അമൂല്യമായ ഗ്രന്ഥത്തെ എത്തിക്കുകയാണ് ഡോക്ടർ ഹരീഷ് PM. ശ്രീ പരശുരാമ കൽപ്പസൂത്രം ശ്രീവിദ്യ തന്ത്രഭാഷ്യം എന്ന പേരിൽ. ആലുവ തന്ത്രവിദ്യാപീഠത്തിൽ നിന്നും തന്ത്രരത്നം പൂർത്തിയാക്കിയ ഹരീഷ് സർ ശ്രീശങ്കര സർവകലാശാലയിൽ നിന്നും സംസ്കൃതം വേദാന്തത്തിൽ ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കി. അതിനുശേഷം കേരള സർവകലാശാലയിൽ നിന്നും BEdും ആലുവ തന്ത്രവിദ്യാപീഠത്തിൽ നിന്നും അദ്ദേഹം തന്ത്രരത്നം പൂർത്തിയാക്കി. അതിനുശേഷം ശ്രീ ശങ്കരാചാര്യ സർവകലാശാലയിൽ നിന്നും സംസ്കൃതം വേദാന്തത്തിൽ ബിരുദാനന്തര ബിരുദ പഠനം, കേരള സർവകലാശാലയിൽ നിന്നും BEd ചെയ്തതിനു ശേഷം ഡോക്ടറൽ ബിരുദവും അദ്ദേഹം കരസ്ഥമാക്കി. ഇപ്പോൾ പാരിപ്പള്ളി അമൃത സംസ്കൃതം ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകനായി സേവനമനുഷ്ഠിക്കുന്നു. സ്വാഗതം സർ. അപ്പോൾ നമ്മൾ ഗ്രന്ഥത്തിലേക്ക് വരുമ്പോൾ എന്താണ് ശ്രീ പരശുരാമ കൽപ്പസൂത്രം? ഈ ഗ്രന്ഥത്തിന് മറ്റ് ഭാഷ്യങ്ങളുണ്ടോ? അങ്ങ് ഈ ഒരു മലയാളത്തിലെ ഭാഷ്യം ചമയ്ക്കാനായിട്ട് ഉണ്ടായ സാഹചര്യം എന്താണ്? പരശുരാമ കൽപ്പസൂത്രം എന്ന് പറയുന്നത് താന്ത്രിക സംബന്ധമായുള്ള ഒരു ഗ്രന്ഥമാണ്. അതായത് തന്ത്രത്തിന് അനവധി ഏരിയകളുണ്ട്. ഇപ്പോൾ ശൈവ, വൈഷ്ണവ, ശാക്തേയ എന്ന് പറയുന്ന അങ്ങനെ ഒരു 7ഓളം വിഭാഗങ്ങൾ സാധാരണ രീതിയിൽ തന്ത്രത്തിന് പറയാറുണ്ട്. ഭാരതീയമല്ലാതെ ഉള്ള തന്ത്രശാസ്ത്ര പദ്ധതികളുണ്ട്. അപ്പോൾ അതിൽ ഈ ഭാരതീയമായ തന്ത്രശാസ്ത്ര പദ്ധതിയിൽ പരശുരാമ കൽപ്പസൂത്രത്തിൻ്റെ സ്ഥാനം, അതാണ് പ്രധാന വിഷയമായിട്ട് നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ശൈവ, വൈഷ്ണവ, ശാക്തേയ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട 3 സ്ട്രീമിൽ അല്ലെങ്കിൽ 3 ഏരിയകളിൽ ശാക്തേയ തന്ത്രം എന്ന് പറയുന്ന തന്ത്രം ഭാരതത്തിലുടനീളം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ പെട്ട
ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ആവശ്യമുള്ള ഒരു ഗ്രന്ഥമാണ് പരശുരാമകൽപസൂത്രം. ഈ പരശുരാമകൽപസൂത്രം എന്ന് പറയുന്നത് ദത്താത്രേയൻ്റെ പരമ്പരയിൽപ്പെട്ട ഒരു ഉപാസനാ പദ്ധതിയാണ്. അപ്പോൾ ദത്താത്രേയൻ എന്ന് പറയുന്ന മഹർഷി അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ടുള്ള പരശുരാമന് തന്ത്രശാസ്ത്ര സംബന്ധമായിട്ടുള്ള ഒരു ഉപാസനാ പദ്ധതി ഉപദേശിച്ചു. ആ ഉപദേശിച്ച ഗ്രന്ഥത്തെ ദത്താത്രേയൻ 3000-ഓളം ശ്ലോകങ്ങളിലാണ് ഉപദേശിച്ചത്. 3000-ഓളം ശ്ലോകം. അപ്പോൾ ഈ 3000-ഓളം ശ്ലോകങ്ങൾ ആൾക്കാർക്ക് ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് പരശുരാമൻ അതിനെ സൂത്രരൂപത്തിൽ എഴുതി. അതാണ് സൂത്ര പദ്ധതിയായിട്ടാണ്. സൂത്രഗ്രന്ഥങ്ങൾ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥ പദ്ധതി തന്നെ ഭാരതത്തിലുണ്ട്, എല്ലാ ശാസ്ത്രങ്ങളിലും ഉണ്ട്. അപ്പോൾ അതിൽ തന്ത്രശാസ്ത്രത്തിലൊരു സൂത്ര പദ്ധതിയാണ് പരശുരാമകൽപസൂത്രം. അപ്പോൾ ഈ 3000 ശ്ലോകങ്ങളെ ദത്താത്രേയൻ ഉപദേശിച്ചതിനെ ആൾക്കാർക്ക് മനസ്സിലാക്കാനായിട്ട്, എളുപ്പം മനസ്സിലാക്കാനായിട്ട് പരശുരാമൻ 3000 ശ്ലോകങ്ങളെ ചുരുക്കി സൂത്രരൂപത്തിൽ എഴുതി. ആ സൂത്രരൂപത്തിൽ എഴുതിയത് കുറച്ചും കൂടെ കൂടുതലായി എന്ന് തോന്നിയിട്ട് അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ, പരശുരാമൻ്റെ ശിഷ്യനായിട്ടുള്ള സുമേധസ്, അദ്ദേഹം കുറച്ചും കൂടെ സൂത്രങ്ങളെ ചുരുക്കി. ഈ പരശുരാമൻ്റെ സൂത്രങ്ങളെ കുറച്ചും കൂടെ ചുരുക്കി ഇന്ന് കാണുന്ന പരശുരാമകൽപസൂത്രം എന്ന് പറയുന്ന ഗ്രന്ഥം നിർമ്മിച്ചു എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അതിൻ്റെ ഭാഷ്യവും അല്ലെങ്കിൽ അതിൻ്റെ വ്യാഖ്യാനങ്ങളൊക്കെയാണ് ഇന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ മലയാള വ്യാഖ്യാനം എന്ന് പറയാനായിട്ട് മുൻപേ ഒരു ഡോക്ടർ KK നായർ, ആചാര്യ KK നായർ അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മലയാളത്തിൽ എഴുതിയ ഒരു ഗ്രന്ഥമാണ് ഈ ശ്രീവിദ്യാതന്ത്രഭാഷ്യം എന്ന പേരിൽ പരശുരാമകൽപസൂത്രത്തിന് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഈ ശ്രീവിദ്യാതന്ത്രഭാഷ്യത്തിന് മുന്നേ സംസ്കൃതത്തിൽ ധാരാളം വ്യാഖ്യാനങ്ങളുണ്ടായി. സംസ്കൃതത്തിലും ഹിന്ദിയിലൊക്കെ വ്യാഖ്യാനം. അതിൽ രാമേശ്വര വൃത്തി എന്ന് പറയുന്ന ഒരു വൃത്തി പ്രധാനപ്പെട്ട ഒരു വൃത്തി, അതായത് സൂത്രത്തിനെ വ്യാഖ്യാനിച്ചു കൊണ്ടുള്ള ഗ്രന്ഥമാണ്. അത് ബേസ് ചെയ്തുകൊണ്ടാണ് എല്ലാ ആളുകളും ഈ തന്ത്രപരമ്പരയിൽ ഈ പരശുരാമകൽപസൂത്രത്തെ പ്രയോജനപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ സൂത്രത്തിൻ്റെ വൃത്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ വ്യാഖ്യാനമാണ്. അതിനെ വീണ്ടും അതാത് ഭാഷകളിലേക്ക്, പ്രാദേശികമായ ഭാഷകളിലേക്ക് നമ്മൾ മാറ്റും. അങ്ങനെ മാറ്റുന്ന സമയത്ത് ഹിന്ദിയിൽ ഒരു ഗ്രന്ഥങ്ങളുണ്ടായിട്ടുണ്ട്. പിന്നെ മലയാളത്തിലുണ്ടായ ഈ 2 ഗ്രന്ഥങ്ങളാണ്. ഒന്ന് ഡോക്ടർ KK നായരുടെ ഗ്രന്ഥവും ഒന്ന് ഞാൻ രചിച്ചിട്ടുള്ള പരശുരാമകൽപസൂത്രം എന്ന് പറയുന്ന ഗ്രന്ഥവും. ഈ ഗ്രന്ഥത്തിലേക്ക് വരുമ്പോൾ ഇത് ഉപാസകരെ ഉദ്ദേശിച്ചിട്ടാണല്ലോ. അപ്പോൾ ഒരു ഉപാസകനെ സംബന്ധിച്ച് ഭൗതികമായിട്ടുള്ള ഉന്നമനവും ആത്മീയമായിട്ടുള്ള ഉന്നമനവും വേണം. അപ്പോൾ ആ ഒരു പ്രക്രിയ നോക്കിക്കാണുമെങ്കിൽ ഈ ഗ്രന്ഥം അതിനുവേണ്ടി എങ്ങനെ പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും? വളരെ നല്ലൊരു ചോദ്യമാണ്. സാധാരണ ഈ തന്ത്രം അതുപോലെ ഉപാസന എന്നൊക്കെ പറയുമ്പം ആളുകളുടെ ഉള്ളിലൊരു അടുക്കാൻ ഒരു ശങ്കയുണ്ടാവും. അത് എനിക്ക് ചെയ്താൽ ശരിയാവുമോ, അത് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുമോ, അത് ഞാൻ ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ ഈ ലോകത്തുള്ള ജീവിതം വിട്ട് വേറൊരു രീതിയിലേക്ക് മാറുമോ എന്നുള്ളൊരു ഭയപ്പാട് ആളുകൾക്കുണ്ടാവും. അപ്പോൾ സാധാരണ തന്ത്ര കാര്യങ്ങൾ നമ്മൾ കേരളത്തിൽ പ്രയോജനപ്പെടുന്ന ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഈ ക്ഷേത്രത്തിൽ പോവുക, അവിടെ ഉള്ള കാര്യങ്ങൾ, പൂജകളിൽ പങ്കെടുക്കുക, വഴിപാടുകൾ ആവശ്യത്തിന് വേണ്ടിയിട്ട് വഴിപാടുകൾ ചെയ്യുക, അത് കഴിഞ്ഞാൽ തിരിച്ചു വരിക എന്നുള്ള ആ ഒരു കൊടുക്കൽ വാങ്ങൽ എന്നുള്ള ഒരു ബന്ധം ആണ് സാധാരണ കേരളത്തിൽ പ്രയോജനപ്പെടുത്തി വരുന്ന തന്ത്രത്തെ. എന്നാൽ ഈ ഉപാസനാ പദ്ധതി എന്ന് പറയുന്ന പദ്ധതിയിൽ പ്രത്യേകിച്ച് ശ്രീവിദ്യാതന്ത്രത്തിൽപ്പെട്ട ആധികാരിക ഗ്രന്ഥമാണ് പരശുരാമകൽപസൂത്രം. അപ്പോൾ ഈ ശ്രീവിദ്യാതന്ത്രത്തെക്കുറിച്ച് സാധാരണ പറയുന്നത് ഈ ഭോഗവും മോക്ഷവും ശ്രീ സുന്ദരി പൂജന തൽപരാണാം ഭോഗശ്ച മോക്ഷശ്ച കരസ്ഥ ഏവ എന്ന് പറയുന്നൊരു പ്രമാണമുണ്ട്. അതായത് എത്ര അസ്തി ഭോഗോ നച്ച തത്ര മോക്ഷ, എത്ര അസ്തി മോക്ഷോ നച്ച തത്ര ഭോഗ, ശ്രീ സുന്ദരി പൂജന തൽപരാണാം ഭോഗശ്ച മോക്ഷശ്ച കരസ്ഥ ഏവ. അതായത് എവിടെ ഭോഗമുണ്ടോ അവിടെ മോക്ഷത്തിന് സാധ്യതയില്ല, എവിടെ മോക്ഷമുണ്ടോ അവിടെ ഭോഗത്തിന്, ഭൗതിക സുഖങ്ങൾക്ക്, ഭൗതികമായ കാര്യങ്ങൾക്ക് സാധ്യതയില്ല. എന്നാൽ ഈ സുന്ദരി പൂജന തൽപരന്മാർക്ക്, സുന്ദരി എന്ന് പറയുന്നത് ത്രിപുരങ്ങളുടെ സുന്ദരിയാണ്. ഈ ഭൂലോകം, ഭൂലോകം, സ്വർലോകം എന്ന് പറയുന്ന 3 ലോകങ്ങളുടെയും ശക്തി ആണ് ഈ മാതൃസ്വരൂപിണിയാണ് ഈ ലളിതാ ത്രിപുര സുന്ദരി എന്ന് പറയുന്നത്. ആ സുന്ദരീ ഭാവത്തിലുള്ള, അപ്പോൾ സുന്ദരൻ എന്ന് പറയുന്നത് ശിവനും സുന്ദരി എന്ന് പറയുന്നത് ദേവിയും. അപ്പോൾ ആ ശിവശക്തികളുടെ ഒരു മേളനം കൊണ്ടാണ് ഈ പ്രപഞ്ചം ഉണ്ടായത് എന്നുള്ള തത്വത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് സുന്ദരി എന്ന പദം പ്രയോഗിക്കുന്നത്. അപ്പോൾ ഈ സുന്ദരി ഉപാസകന്മാർക്ക് ഭോഗവും മോക്ഷവും കരസ്ഥമാണ്. മോക്ഷം മാത്രമല്ല, അപ്പോൾ അതാണ് ആൾക്കാർക്ക് പേടി. ഇനി എൻ്റെ ജീവിതം ആ മോക്ഷാവസ്ഥയിലേക്ക് അങ്ങനെ പോവോ, ഇനി എനിക്കൊരു ഭൗതികമായ ജീവിതത്തിന് സാധ്യതയില്ലേ എന്ന് പൊതുവെ ആളുകൾക്കൊരു ഭയം ഉണ്ടാകും. അങ്ങനെ ഭയത്തിൻ്റെ ആവശ്യമില്ല. ഇത് ഭൗതിക സുഖവും ആത്മീയ സുഖവും ഒരേപോലെ പ്രദാനം ചെയ്യുന്ന ഒരു ഉപാസന പദ്ധതിയാണ് എന്നുള്ളതാണ്.
സാധനയിലൂടെ ഉപാസകന് നിർഭയത്വം, സമഭാവന തുടങ്ങിയ ഗുണങ്ങളൊക്കെ സ്വാംശീകരിച്ച് കിട്ടും എന്നുള്ള രീതിയിൽ സൂത്രങ്ങൾ കണ്ടു. അപ്പോൾ ആ ഒരു പ്രക്രിയ എങ്ങനെയാണ്? സാധകൻ എങ്ങനെ ആ ഒരു തലത്തിലേക്ക് ഉയർന്നു വരും? അതായത് ഇപ്പോൾ ഒരു ഉപാസനാ പദ്ധതി, അപ്പോൾ ഉപാസനാ പദ്ധതി എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് ആദ്യം നമ്മൾ ഈ ചോദ്യത്തിൽ നിന്ന് ചിന്തിക്കേണ്ടത്. ഒരു ഉപാസനാ പദ്ധതി എന്തിനും ഒരു ലക്ഷ്യമുണ്ടാവും. ലക്ഷ്യമില്ലാതെ ഒരു കാര്യവും ഈ പ്രപഞ്ചത്തിലില്ല എന്നുള്ളതാണ്. അതായത് പ്രയോജനം ഇല്ലാതെ ഒരു കാര്യവുമില്ല. പ്രയോജനം അനുദ്ദേശിച്ച മന്ദോപി പ്രവർത്തത എന്ന് പറയാറുണ്ട്. ഒരു പ്രയോജനമില്ലാതെ മഠയന്മാർ പോലും ഒന്നും ചെയ്യാറില്ല. അപ്പോൾ എന്താണ് ഇതിൻ്റെ ലക്ഷ്യം എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. അപ്പോൾ ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സാക്ഷാത്കാരം എന്ന് പറയും. ആത്മസാക്ഷാത്കാരമാണ് അതിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഈ ആത്മസാക്ഷാത്കാരത്തിന് അന്വേഷിച്ച് പോകുന്ന ആളെ ഭയം ഉണ്ടാകാൻ പാടില്ല. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ എങ്ങനെയാണ് ഭയം ഉണ്ടാകുക? എനിക്ക് ഭയം ഉണ്ടെങ്കിൽ ആ ഭയത്തിന് ഞാൻ അടിമപ്പെടുകയാണ്. എനിക്ക് ഭയമുണ്ട് എന്ന് ഞാൻ എൻ്റെ ഉള്ളിൽ തോന്നി കഴിഞ്ഞാൽ അത് അവിടെ ദൃഢമാവും. നേരെ മറിച്ച് എനിക്ക് ഭയമില്ല എന്ന് ഞാൻ വീണ്ടും ആവർത്തിച്ച് ആ പോകുന്ന പോക്കിൽ ചില സമയങ്ങളിൽ ചില ഭയപ്പാടുണ്ടായേക്കാം. പക്ഷേ പതിയെ അതിങ്ങനെ കുറഞ്ഞു വന്ന് അതില്ലാത്തൊരവസ്ഥ വരും. അപ്പോൾ അത് നിർഭയത്വം എന്നൊരു ഭാവത്തിലേക്ക് നമ്മളെ ഉപാസകനെ കൊണ്ടുപോകും. അതിന് മനസ്സിലെ ചിന്ത മാത്രമല്ല, നമ്മളറിയാതെ നമ്മുടെ ഉള്ളിനകത്തൊരു പ്രവർത്തനം നടക്കുന്നുണ്ട്. അതായത് അപ്പോൾ അതിന് കുണ്ടലിനി ശക്തി എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ട്. തന്ത്രത്തെ സംബന്ധിച്ച് സംസാരിക്കുന്ന സമയത്ത് കുണ്ടലിനിയെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം യോഗശാസ്ത്രവുമായിട്ട് അഭേദ്യമായ ബന്ധമുള്ളൊരു ശാസ്ത്രമാണ് തന്ത്രശാസ്ത്രം. അപ്പോൾ ഈ യോഗശാസ്ത്രത്തിൻ്റെ പ്രധാന വശം എന്ന് പറയുന്നത് ഈ കുണ്ടലിനി ഉപാസന എന്നുള്ളതാണ്. അപ്പോൾ അതിനെ മാറ്റിക്കഴിഞ്ഞാൽ തന്ത്രത്തിനും നിലനിൽപ്പില്ല എന്നാണ്. അപ്പോൾ ഈ കുണ്ടലിനി ഉപാസനയിൽ വരുന്ന ചില സവിശേഷ സ്വഭാവങ്ങളും ഗുണങ്ങളും ഒക്കെയാണ് ഈ നിർഭയത്വം പോലെയുള്ള ചില കാര്യങ്ങൾ. അപ്പോൾ ഈ കുണ്ടലിനി ഉണർന്ന് പ്രവർത്തിക്കുന്നതോട് കൂടിയിട്ട് നമ്മൾ ആധാരചക്രങ്ങൾ ആക്ടിവേറ്റ് ആവും. ആ ആധാരചക്രങ്ങൾ ആക്ടിവേറ്റ് ആയി വരുന്ന സമയത്ത് നമുക്ക് പല സിദ്ധികളുണ്ടാകും. ആ സിദ്ധികളിൽ ഉപാസകൻ പോയി വീഴാൻ പാടില്ല. സിദ്ധികളെ നമ്മൾ തരണം ചെയ്ത് ഓരോ ലെവലും മാറി വരുമ്പോഴാണ് നമുക്ക് ഇങ്ങനെയുള്ള സ്വഭാവ ഗുണങ്ങളും നിർഭയത്വം പോലെയുള്ള അവസ്ഥകളൊക്കെ നമുക്ക് കൈവരുന്നത്. അതിൽ തന്നെ വിശുദ്ധി ചക്രവും കഴിഞ്ഞ് ആജ്ഞാചക്രത്തിൽ എത്തുന്നതോട് കൂടിയിട്ടാണ് ഏറ്റവും കൂടുതൽ ഈ നിർഭയത്വം എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ നമ്മൾ കൈവരിക്കുന്നത്. അതുവരെ ഭയങ്ങളൊക്കെ ഉപാസകനെ സംബന്ധിച്ച് ഉണ്ടായേക്കാം. ഒരു പരിധി വരെ അത് തടം ചെയ്യാനും സാധിക്കും. പക്ഷേ ഈ ആജ്ഞാചക്രം ആക്ടിവേറ്റ് ആവുന്നതോടുകൂടി അതിൻ്റെ പ്രവർത്തനം നടക്കുന്നതോട് കൂടിയിട്ട് പൂർണ്ണമായിട്ടും ആ നിർഭയത്വം എന്ന ഭാവത്തിലേക്ക് ഒരു പ്രപഞ്ച സംബന്ധമായിട്ടുള്ള ബന്ധങ്ങളെയൊക്കെ ആ കെട്ടിൽ നിന്നൊക്കെ വിട്ട് മാറാനായിട്ട് ഈ ഉപാസകന് സാധിക്കും. അപ്പോൾ അത് നിരന്തരമായ പ്രവർത്തനങ്ങളിലൂടെ സാധിക്കുകയുള്ളൂ. ഒറ്റയടിക്ക് അത് കിട്ടാനായിട്ട് പ്രയാസമാണ്. ചിലർക്ക് കിട്ടും. കാര്യം പൂർവ്വജന്മ സംബന്ധമായിട്ടുള്ള ചില വാസനകളും ചില സിദ്ധികളും ഉള്ളിൽ കിടക്കുന്നുണ്ടെങ്കിൽ ആ കിടക്കുന്ന അത്രയും തരണം ചെയ്തിട്ട് പിന്നെ അതിൻ്റെ അപ്പുറം പോയാൽ മതി. അപ്പോൾ ചിലർക്ക് ഉടനെ തന്നെ സിദ്ധികൾ കിട്ടിത്തുടങ്ങും. ചിലർക്ക് അത് സാവധാനം മാത്രമേ കിട്ടുള്ളൂ. അത് ആ ഗുരുവിൻ്റെയും അതുപോലെ ദേവിയുടെയും അല്ലെങ്കിൽ ആ ഉപാസനയുടെയൊക്കെ ബലം കൊണ്ട് ആർജിച്ചെടുക്കുന്ന ഒരു സവിശേഷ ഗുണമാണ്. അപ്പോൾ ഈ ഗ്രന്ഥത്തിൽ തന്നെ പറയുന്നുണ്ടല്ലോ, മറ്റുള്ള ശാസ്ത്രങ്ങളെ അറിഞ്ഞ് അതിനെ അംഗീകരിച്ച് വേണം ഈ ശാസ്ത്രത്തിൻ്റെ പാതയിൽ മുന്നോട്ട് പോകാനെന്നുള്ളത്. അത് വലിയൊരു തത്വമാണല്ലോ. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് പലരും പല ചേരി തിരിഞ്ഞു നിന്ന് വാഗ്വാദങ്ങളിൽ ഏർപ്പെടുന്ന ഒരു സമയത്ത് ഗ്രന്ഥത്തിൽ തന്നെ പറയുകയാണ് മറ്റുള്ള ശാസ്ത്രങ്ങളെ അറിഞ്ഞ് അംഗീകരിച്ച് മുന്നോട്ട് പോകാമെന്നുള്ളത്. ആ ഒരു തത്വത്തെക്കുറിച്ച് അങ്ങക്ക് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും. അതായത് എന്താണ് ഈ മറ്റുള്ള ശാസ്ത്രങ്ങൾ? ഇപ്പോൾ മറ്റുള്ള ശാസ്ത്രങ്ങളെയും അംഗീകരിച്ച് മുന്നോട്ട് പോകണം എന്ന് പറയും. എന്താണ് ഈ മറ്റുള്ള ശാസ്ത്രങ്ങൾ എന്ന് ആദ്യം നമ്മൾ ചിന്തിക്കണം. ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന ശാസ്ത്രം തന്ത്രശാസ്ത്രമാണ്. എന്താണ് തന്ത്രശാസ്ത്രം? അതിൽ നിന്ന് മറ്റുള്ള ശാസ്ത്രത്തിൻ്റെ വ്യത്യാസം എന്താണ്? അതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. ഭാരതത്തെ സംബന്ധിച്ച് 6 ആസ്തിക ദർശനങ്ങളും 3 നാസ്തിക ദർശനങ്ങളും ആണ് പ്രധാനമായിട്ട് ദർശനങ്ങളുടെ വിഭാഗത്തിൽ പെടുന്നത്. പിന്നെ ഭൗതികമായിട്ടുള്ള ശാസ്ത്രങ്ങൾ വേറെ. ഈ 6 ശാസ്ത്രങ്ങളിൽ തന്നെ ഇതൊക്കെ പെടുന്നുണ്ട്. അപ്പോൾ ഈ 6 ആസ്തിക ദർശനങ്ങളിൽ സാഖ്യം, യോഗം, ന്യായം, വൈശേഷ്യം, മീമാംസ, ഉത്തരമീമാംസ, പൂർവ്വമീമാംസ, ഉത്തരമീമാംസ, ഈ 6 ദർശനങ്ങളും പിന്നെ ചാർവാകൻ്റെയും ബൗദ്ധൻ്റെയും ജൈനൻ്റെയും നാസ്തിക ദർശനങ്ങളും. ഈ ദർശനങ്ങളിലെല്ലാം ഇപ്പോൾ ജൈനനും ചാർവാകനും ബൗദ്ധനും ഒക്കെ കൂടുതൽ ജനകീയമായ വിഷയങ്ങളിലേക്ക് പോകുമ്പോൾ മറ്റത് കുറച്ചും കൂടെ അന്തർമുഖം ഭാവിച്ചുകൊണ്ടുള്ള ചില വിഷയങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്. എന്നാൽ അതിൽ ബാഹ്യമായ കാര്യങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ ആ അന്തർമുഖത്തിൽ നിന്നേ അവിടെ ദൃഢമായാലേ പുറത്തേക്ക് അതിന്
ചലിക്കാനായിട്ട് സാധിക്കും. അകത്തേക്ക് ഒന്ന് ഇപ്പോൾ അമ്പ് ചെയ്യുന്ന പോലെയാണ്, അമ്പ് ഒന്ന് വലിഞ്ഞാൽ മാത്രമേ അത് അത്രയും ദൂരം പോകാനായിട്ട് സാധിക്കൂ എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പോൾ ഈ ശാസ്ത്രം, ആസ്തികമായിട്ടുള്ള 6 ശാസ്ത്രങ്ങളിലും പറയുന്ന കാര്യങ്ങൾ പ്രപഞ്ച സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. അതെങ്ങനെയാണ്? അപ്പം ന്യായം എന്ന് പറയുന്നൊരു ശാസ്ത്രം, ഈ ന്യായശാസ്ത്രം എന്ന് പറയുന്നതിൽ പദാർത്ഥ സംബന്ധമായിട്ടുള്ള ശാസ്ത്രമാണ്. അത് പ്യുവർ സയൻസാണ്. സയൻസിൽ ഒരു അണു പോലും അതിനെ മാറ്റാൻ സാധിക്കില്ല. അണു സംബന്ധമായിട്ടുള്ള സിദ്ധാന്തം തന്നെയാണ് അത് പറയുന്നത്. ഈ പദാർത്ഥം എന്ന് പറയുന്നത് ദ്രവ്യ, ഗുണ, കർമ്മ, സാമാന്യ, വിശേഷ, സമവായ, അഭാവം, ഇങ്ങനെയുള്ള 7 പദാർത്ഥങ്ങളെക്കുറിച്ച്, പ്രപഞ്ചത്തിലുള്ള പദാർത്ഥങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ പദാർത്ഥമില്ലാതെ ജീവികൾക്ക് നിലനിൽപ്പില്ല, പ്രപഞ്ചത്തിന് തന്നെ നിലനിൽപ്പില്ല. അവിടെ ന്യായശാസ്ത്രത്തെ അത് പറഞ്ഞുകൊണ്ട് അതിനെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മറ്റു ശാസ്ത്രങ്ങൾ അതാത് കാര്യങ്ങൾ പറയാം. ഇപ്പോൾ സാഖ്യന്മാർ പ്രകൃതിയെക്കുറിച്ച് പറയുന്നു. അപ്പോൾ പ്രകൃതിയിൽ എന്താ? ഈ 25 തത്വങ്ങൾ പ്രകൃതിയാണ് എന്ന് പറയണം. അപ്പോൾ 25 തത്വങ്ങളെന്ന് പറയുന്നത് പൃഥ്വി, അപ്പ്, തേജസ്, വായു, ആകാശം, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട തന്മാത്രകൾ, ശബ്ദസ്പർശ രൂപരസ ഗന്ധങ്ങളായിട്ടുള്ള തന്മാത്രകൾ, അതിനെ അറിയാൻ സാധിക്കുന്ന അവയവങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറയുമല്ലോ, ആ ഇന്ദ്രിയങ്ങൾ, പിന്നെ മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം തുടങ്ങിയിട്ട് അങ്ങനെ 25 തത്വങ്ങളെയാണ് സാഖ്യന്മാർ പറയുന്നത്. അതിലേറ്റവും ശ്രേഷ്ഠമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും ആദിയായിട്ടുള്ള തത്വം പുരുഷതത്വം എന്ന് പറയും. അപ്പോൾ ഈ പുരുഷനും പ്രകൃതിയും കൂടി ചേരുമ്പോൾ പ്രപഞ്ചം ഉണ്ടായി. ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് പൃഥ്വി വരെയുള്ള തത്വങ്ങൾ. അപ്പോൾ ഈ ഭൂമിയിൽ നിന്ന് അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ നിന്ന് വിട്ടിട്ട് ഇത് ഈ ശാസ്ത്രത്തെ നിലനിൽപ്പില്ല. ആ ശാസ്ത്രത്തെയും കൂടെ ചേർത്ത് വെച്ചുകൊണ്ടാണ് തന്ത്രശാസ്ത്രം അവരുടെ തത്വത്തെ നിർണയിച്ചിട്ടുള്ളത്. അതേപോലെ ന്യായശാസ്ത്ര സംബന്ധമായ പദാർത്ഥത്തെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് ഈ തന്ത്രശാസ്ത്രം. യോഗശാസ്ത്രത്തിലെ യോഗ പദ്ധതികളെ സ്വീകരിച്ചുകൊണ്ടാണ് ഈ തന്ത്രശാസ്ത്രം അതിൻ്റെ ഓരോ തലങ്ങളെയും ഡെവലപ്പ് ചെയ്തിട്ട് അതിൻ്റെ ശാസ്ത്രത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ചാർവാക ദർശനത്തെയും എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട്, എല്ലാ സമൂഹത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അവർക്കെല്ലാം പ്രാക്ടീസ് ചെയ്യാം, അവർക്ക് ഉതകുന്ന രീതിയിൽ അതിനെ പ്രാക്ടീസ് ചെയ്യാം, അനുഭവവേദ്യമാക്കാം എന്നുള്ള തത്വത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ തന്ത്രശാസ്ത്രം. അപ്പോൾ ഇങ്ങനെ എല്ലാ ശാസ്ത്രങ്ങളെയും ഒരുമിച്ച് ചേർത്തുകൊണ്ടാണ് ഈ തന്ത്രശാസ്ത്രം മുന്നോട്ട് പോകുന്നത്. ഒരു ശാസ്ത്രത്തെയും മാറ്റി നിർത്തുന്ന ഒരു ഏർപ്പാട് തന്ത്രശാസ്ത്രത്തിൽ, തന്ത്രം എന്ന് പറയുന്ന ഒരു സ്വതന്ത്രമായ പദ്ധതിയാണ്. അപ്പോൾ ഏത് സ്ട്രീമിലുള്ള ആളുകൾക്കും വന്ന് അത് സ്വീകരിച്ച് അത് അനുഭവത്തിലൂടെ പ്രകടമാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിയിൽ തന്നെ നിൽക്കുമ്പോൾ നമ്മൾ സ്ഥൂലമായിട്ടുള്ള ശരീരത്തെക്കുറിച്ചാണ് എപ്പോഴും ചിന്തിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഉപാസനാ പദ്ധതിയിലൂടെ സൂക്ഷ്മ ശരീരത്തെക്കുറിച്ചും കാരണ ശരീരത്തെക്കുറിച്ചുമൊക്കെ ഉള്ള, അല്ലെങ്കിൽ അത് അനുഭവിച്ച് കഴിയുമ്പോഴേക്കും തിരിച്ച് സാമൂഹിക ജീവിതത്തിലേക്ക് വരുമ്പോൾ എന്തെങ്കിലും വൈരുദ്ധ്യങ്ങളോ അല്ലെങ്കിൽ ഇതുമായിട്ട് യോജിച്ച് പോകാൻ പറ്റാത്ത അങ്ങനെ എന്തെങ്കിലും അവസ്ഥ ഉണ്ടാവാറുണ്ടോ? അതായത് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ 2 കാര്യങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ടാണ് ഇതിനെ പറയാൻ പറ്റുക. ആദ്യം പറഞ്ഞ ശ്രീ സുന്ദരി പൂജന തൽപരാണാം ഭോഗശ്ച മോക്ഷശ്ച കരസ്ഥേവ. ഇപ്പോൾ രണ്ടാമത് പറഞ്ഞ ഈ ഭൂമി വരെയുള്ള ശിവൻ മുതൽ അല്ലെങ്കിൽ പുരുഷൻ മുതൽ അല്ലെങ്കിൽ ശക്തി മുതൽ ഈ പുരുഷൻ വരെയുള്ള പൃഥ്വി വരെയുള്ള തത്വങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ഇത് രണ്ടും കൂടെ ചേർത്ത് വെച്ചുകൊണ്ടാണ് ഇതിന് മറുപടി പറയാനായിട്ട് സാധിക്കുക. അതായത് യാതൊന്നിനെ അറിഞ്ഞാലാണോ എല്ലാം അറിയുക എന്ന് ഉപനിഷത്തുകൾ പറയാറുണ്ട്. എന്തിനെ അറിയണമോ അതിനെ അറിയണമെങ്കിൽ എല്ലാത്തിനെയും അറിയണം. അപ്പോൾ എന്തിനെ അറിയണമോ അതിനെ അറിയണമെങ്കിൽ എല്ലാത്തിനെയും അറിയണം. ഒന്നിനെ അറിഞ്ഞാൽ എല്ലാം അറിയുമെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഏതാണൊന്ന് എന്ന് വെച്ചാൽ അത് ബ്രഹ്മതത്വമാണ് എന്ന് ഉപനിഷത്തുകൾ പറയും. ഈശ്വരനാണ് എന്ന് വേറെ ഈശ്വരവാദികൾ പറയും. അപ്പോൾ എന്തായാലും ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ ഈ ലക്ഷ്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാൾ അതിൽ നിന്ന് അയാൾക്ക് ചിലപ്പോൾ ബൈ റൂട്ടുകളുണ്ടാവും. പക്ഷേ ആ ബൈ റൂട്ടുകളിലേക്ക് പോകുമ്പോൾ ഒരു വ്യതിചലനം അവിടെ സംഭവിക്കും. വീണ്ടും ആ റൂട്ടിലേക്ക് വരണം. ആ റൂട്ടിൽ എത്തിക്കഴിഞ്ഞാൽ അതറിഞ്ഞു. ഇപ്പോൾ ഭൗതികമായ എല്ലാ വസ്തുക്കളും ഭൂമി മുതൽ പൃഥ്വി, അപ്പ്, തേജസ്, വായു, ആകാശം, പിന്നെ ഈ തന്മാത്രകൾ, ഇന്ദ്രിയങ്ങൾ, അതിന് കാരണമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതാണ് ശിവതത്വം എന്ന് പറയുന്ന തത്വത്തിൽ പോയി നിൽക്കുന്നത്, അല്ലെങ്കിൽ ശക്തി തത്വം എന്ന് പറയുന്ന തത്വത്തിൽ പോയി നിൽക്കുന്നത്. ഇതെല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ അവിടെ സ്വതന്ത്രനായി. പിന്നെ അവിടെ നിന്ന് വിട്ടിട്ട് എന്ത് വേണേൽ ചെയ്യാം. നേരെ മറിച്ച് ഇത് അറിയുന്നതിന് മുമ്പേ നമ്മൾ ആ ബൈ റൂട്ടിൽ പോയി കഴിഞ്ഞാൽ ആ ബൈ റൂട്ട് പോകുമ്പോൾ വീണ്ടും അങ്ങോട്ട് പോകേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ ഇത്രയും കൂടി തിരിഞ്ഞ് സഞ്ചരിച്ചാൽ വീണ്ടും തിരിഞ്ഞ് ഇങ്ങോട്ട് അത്രയും സഞ്ചരിക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു അവസ്ഥ ഉപാസനയുടെ ഘട്ടങ്ങളിൽ ഉപാസകനുണ്ടാവും.
അതുകൊണ്ടാണ് ഈ സിദ്ധികളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇപ്പം മൂലാധാരത്തിൽ നിന്നും കുണ്ടലിനി ഉണർന്ന് മുകളിലേക്ക് പോയി മണിപൂരകം തുടങ്ങിയിട്ടുള്ള ആധാരചക്രം, ആദ്യത്തെ 2-3 ആധാരചക്രങ്ങളെ ഭേദിച്ച് പോകുമ്പം ഈ ലോകത്തിലുള്ള പലതും അനുഭവിക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസി വരും. സുഖങ്ങളൊക്കെ അനുഭവിക്കാനായിട്ട്, നല്ല വസ്ത്രം ധരിക്കാനായിട്ട്, നല്ല ഭക്ഷണം കഴിക്കാനായിട്ട്, നല്ല ആളുകളെ കാണാനായിട്ട്, നല്ല ആളുകളോട് സംസാരിക്കാനായിട്ട്, ഭൗതിക സുഖങ്ങളോട് ഭയങ്കരമായ ആസക്തി ഉണ്ടാകും. അതിൽ പക്ഷേ ഈ ഉപാസകൻ പെട്ടുപോയാൽ അവിടെ നിന്നൊരു ഉയർച്ച വളരെ പ്രയാസകരമാണ്. അപ്പോൾ അതിനെയും തരണം ചെയ്തിട്ട് തൻ്റെ ലക്ഷ്യം അതല്ല, വേദാന്തത്തിൽ പറയുന്ന പോലെ നേതി എന്ന് പറഞ്ഞിട്ട് അതല്ല യഥാർത്ഥമായ ലക്ഷ്യം എന്ന് അവനവനെ ബോധ്യപ്പെടുത്തി മുകളിലോട്ട് പോകണം. അങ്ങനെ മുകളിലോട്ട് പോകുമ്പോൾ ഇവിടെ ആളുകളായിട്ട് സംഘം ഉണ്ടാവും, സമ്പർക്കം ഉണ്ടാവും. പക്ഷേ അവിടെയൊക്കെ നമ്മളെ മനസ്സിലാക്കി, നമ്മുടെ ലക്ഷ്യം മനസ്സിലാക്കി അതും ചെയ്യണം. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ആത്മീയമായ കാര്യം, ഇപ്പോൾ ഭൗതിക സുഖങ്ങളെ നമ്മൾ അനുഭവിക്കേണ്ട എന്നല്ല, അതിനെ അനുഭവിക്കാം. പക്ഷേ അതിന് നമ്മളെ ഒരു ഒട്ടലില്ലാത്ത രീതിയിൽ, അതിൽ നമ്മൾ പെട്ടുപോകാത്ത രീതിയിൽ, അല്ലെങ്കിൽ അതിന് നമ്മൾ ഈ താമരയുടെ ഇലയിൽ വീണ വെള്ളം എന്നൊക്കെ പറയാറുണ്ട് ഉപനിഷത്തുകളിൽ, അതുപോലെ ഒരു ഒട്ടലില്ലാതെ, അതിലൊരു കെട്ടുപാടില്ലാതെ, അതിനെ നമ്മൾ അനുഭവിക്കേണ്ടത് അനുഭവിക്കണം. അതിനെ തരണം ചെയ്ത് ലക്ഷ്യത്തിലെത്തിയാൽ പിന്നെ തിരിച്ചിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാ സുഖങ്ങളും അനുഭവിക്കാം. അപ്പോൾ നമുക്ക് ആ ഭയം വേണ്ട ആവശ്യമില്ല. എനിക്ക് ഉപാസനയിലേക്ക് പോയാൽ ഞാൻ അവിടെ എൻ്റെ ഭൗതിക സുഖങ്ങളെല്ലാം അടിയറ വയ്ക്കേണ്ടി വരുമോ, എനിക്ക് ഭൗതികമായ വിഷയങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കില്ലേ, എൻ്റെ ജീവിതം ഇതോടുകൂടി അവസാനിച്ചോ എന്നൊന്നും ഭയപ്പെടേണ്ട ആവശ്യമേ ഇല്ല. ഇതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമാണ് അത് ബോധ്യപ്പെടും. ഈ ഭൗതിക സുഖങ്ങളെക്കാൾ ഏറ്റവും ആനന്ദകരമാണ്, ഏറ്റവും ശ്രേഷ്ഠമാണ്, അത് അത്രത്തോളം മൂല്യമുള്ളതാണെന്ന് ബോധ്യപ്പെടും. അങ്ങനെ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ തിരിച്ചു വരേണ്ട ഒരു ആവശ്യം വരില്ല സാധാരണ ഒരു ഉപാസകനെ സംബന്ധിച്ച്. അത് ഓരോ തലങ്ങളാണ്. ആ ഓരോ തലങ്ങൾ അനുഭവിച്ച് മനസ്സിലാകുമ്പോഴേ കൃത്യമായിട്ടാണ് മറുപടി ബോധ്യപ്പെടൂ. അല്ലാത്ത പക്ഷേ ഞാൻ പറയുന്നത് മാത്രമായിപ്പോൾ അത് അവനവൻ തന്നെ ബോധ്യപ്പെടുമ്പം ഇതൊന്നുമല്ല ശരി, ഇതല്ല, ഇതിനേക്കാളപ്പുറം എന്തോ ഉണ്ട് എന്നുള്ള ആ ഒരു ബോധ്യം അനുഭവത്തിലൂടെ ഉണ്ടാവും. അപ്പോഴാണ് നമ്മൾ അതിനൊരുത്തരം കൃത്യമായിട്ട് കണ്ടെത്തുക. അത് അനുഭവിച്ചറിയേണ്ടത് തന്നെയാണ്. ഇപ്പോൾ ഈ ഗ്രന്ഥത്തിലേക്ക് വരികയാണെങ്കിൽ ഉപാസകന്മാർ അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ഗവേഷണം ചെയ്യുന്നവർ, അതുകൂടാതെ സാധാരണക്കാർക്ക് ഇതിനെ എങ്ങനെ സമീപിക്കാനായിട്ട് പറ്റും നമ്മുടെ ഈ ഗ്രന്ഥത്തെ? സാധാരണക്കാർക്ക് ഇതിനകത്ത് 2-3 തലങ്ങളുണ്ട്. അതായത് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കേരളത്തിലൊരു സംസ്കാരം എടുത്താൽ, കേരളത്തിലെ സംസ്കാരത്തിൻ്റെ ഒരു സ്ട്രക്ചറുണ്ട്. കേരളത്തിൻ്റെ ഭരണഘടന മുതൽ, അല്ലെങ്കിൽ കേരളത്തിൻ്റെ ആളുകളുടെ വാസസ്ഥാനം മുതൽ ഒരു സ്ട്രക്ചർ എല്ലാത്തിനുമുണ്ട്. അത് ഏത് നാട്ടിലുണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ആ സ്ട്രക്ചറിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ സ്ട്രക്ചറൈസ് ചെയ്ത ഒരു പദ്ധതിയാണ് ഈ ഉപാസന പദ്ധതി. ഇപ്പോൾ പണ്ട് കാലങ്ങളിൽ രാജാവ് ഭരിച്ചിരുന്നു. ഇന്ന് രാജാവിൻ്റെ സ്ഥാനത്ത് മറ്റ് മന്ത്രിമാരാണ് ഭരിക്കുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ട ജനകീയമായ മന്ത്രിസഭയാണ് ഭരിക്കുന്നത്. അപ്പോൾ അതിൽ രാജാവിൻ്റെ ഭരണകാലത്ത് ഏറ്റവും ഉന്നത സ്ഥാനം അലങ്കരിക്കുന്നത് ചക്രവർത്തി എന്നുള്ള ആ ചക്രവർത്തിയുടെ താഴെയാണ് മറ്റ് നാട്ടുരാജാക്കന്മാരോ അല്ലെങ്കിൽ മറ്റു രാജാക്കന്മാരൊക്കെ വരുന്നത്. പിന്നെ സാധാരണ രീതിയിൽ. അപ്പോൾ ആ ഒരു സ്ട്രക്ചർ നമ്മൾ എടുക്കുമ്പോൾ ഏറ്റവും ഉന്നതമായ പദവി അലങ്കരിക്കുന്ന ചക്രവർത്തി, അതിന് താഴെ അദ്ദേഹത്തിൻ്റെ മന്ത്രിപദം അലങ്കരിക്കുന്ന ആളുകൾ, അതിന് താഴെ അദ്ദേഹത്തിൻ്റെ അംഗരക്ഷകർ, അങ്ങനെ ഒരു കാറ്റഗറൈസേഷൻ അത് എല്ലാത്തിലും ഉണ്ടല്ലോ. അപ്പോൾ അവരവർക്ക് പറ്റുന്ന രീതിയിൽ ഉപാസന ചെയ്യാനുള്ള ഒരു പദ്ധതി ഇതിനകത്തുണ്ട്. അത് വളരെ രഹസ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ സാധാരണ ഒരു തന്ത്രത്തെ ആദ്യം തന്നെ ആശ്രയിക്കുമ്പോൾ എന്തിനാണ് ഇത്രയും ദേവതമാർ? ഇപ്പോൾ ശ്രീവിദ്യാ പദ്ധതി തന്നെ ഇത്രയും ദേവതമാർ എന്തിനാണ്? ശ്രീവിദ്യ മാത്രം പോരെ? പലരും ചോദിക്കാറുണ്ട്, നേരിട്ട് ശ്രീവിദ്യ ദീക്ഷ എടുത്താൽ പോരെ, എന്തിനാണ് മറ്റുള്ള ഉപാസന എല്ലാം ചെയ്യുന്നത്? അതിന് ഉത്തരമാണ് അതായത് ഇപ്പോൾ നമ്മൾ ഒരു മന്ത്രിയെ കാണാൻ പോവാണ്. ആ മന്ത്രിയെ നമുക്ക് ഡയറക്റ്റ് പോയി കാണാൻ പറ്റുമോ? ഇല്ലല്ലോ. നമ്മൾ അവിടെ നിന്ന് പെർമിഷൻ വാങ്ങണം. കേട്ടോ, അതിൻ്റെ ഓരോ വാതിലും കടന്ന് ഓരോ സ്ഥലത്തും പെർമിഷൻ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അവസാനം നമുക്ക് ആളെ കാണാൻ സാധിക്കൂ. അത് ആരെയായാലും. അപ്പം അങ്ങനെയുള്ള ഓരോ വാതിലുകളാണ് ഈ ഓരോ ദേവതമാർ എന്ന് പറയാം. അപ്പോൾ ആദ്യം തന്നെ ഗണപതിയെ, ഏത് കാര്യങ്ങൾക്കാണെങ്കിലും നമ്മൾ തടസ്സമൊന്നും ഇല്ലാതെ അവസാനിക്കണം. ഒരു ഗ്രന്ഥം എഴുതുകയാണെങ്കിൽ ആ ഗ്രന്ഥത്തിൻ്റെ രചനയിൽ തടസ്സങ്ങളൊന്നും ഉണ്ടാവരുത്. പകുതി ഒഴുക്കി വെച്ച് നിൽക്കാൻ പാടില്ല. അതിന് പൂർത്തീകരണം ഉണ്ടാവണം. എനിക്ക് വാഗ്ദേവത അനുഗ്രഹിക്കണം എന്നിട്ട് സരസ്വതി വന്ദി. ഓരോ വന്ദനങ്ങൾ അങ്ങനെയാണ്. അപ്പോൾ ഈ ഗണപതിയെ വന്ദിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? തടസ്സങ്ങൾ ഇല്ലാതിരിക്കാൻ. ഞാൻ ചെയ്യുന്ന ഉപാസനയിൽ എനിക്ക് വിഘ്നങ്ങളുണ്ടാവരുത്, അവിഘ്നങ്ങളുണ്ടെങ്കിൽ മാറ്റിത്തരണം, അതിൻ്റെ മുമ്പിൽ ഉണ്ടാവണം എന്നുള്ള ഒരു ഭാവത്തിലാണ് ഗണപതിയെ ആരാധിക്കുന്നത്. അപ്പോൾ സാധാരണ കേരളീയമായ ഒരു പഴയ ആചാര പദ്ധതിയിലൊക്കെ, തന്ത്ര പദ്ധതിയിലൊക്കെ ഈ
പല സ്ഥലങ്ങളിൽ നിന്നും വന്ന് കച്ചവടം നടത്തിയ ആളുകളുണ്ടായിരുന്നു. അവരൊക്കെ ഈ കച്ചവടവുമായി ബന്ധപ്പെട്ട് ഗണപതിയെ കൊണ്ടുവന്നിട്ട് ഗണപതിയെ പ്രതിഷ്ഠിച്ച് ആരാധിക്കും. അത് ചാലയിലെ ഗണപതി അല്ലെങ്കിൽ അങ്ങനെ അറിയപ്പെടുക. അപ്പോൾ അതൊക്കെ ഈ കച്ചവടങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ. അപ്പോൾ ആ തടസ്സം ഉണ്ടാകാൻ പാടില്ല. വാങ്ങി വയ്ക്കുന്ന വസ്തുക്കൾ ഇന്നത്തെ പോലെയല്ല, വന്ന് വാങ്ങാനും മാർക്കറ്റൊക്കെ വളരെ കുറവാണ് അന്നത്തെ കാലത്ത്. അതിന് ആളുകൾക്ക് സാധിക്കണം. മഴ വരികയാണെങ്കിലോ അല്ലെങ്കിൽ അതിവൃഷ്ടി പോലെയുള്ള ദോഷങ്ങൾ, പ്രകൃതി ദുരന്തങ്ങളൊന്നും വരാൻ പാടില്ല. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ സ്റ്റോക്ക് ചെയ്ത സാധനങ്ങൾ നശിച്ചു പോകും. അപ്പോൾ അതൊന്നും ഉണ്ടാകാൻ പാടില്ല എന്നുള്ള രീതിയിൽ ഓരോന്നിനെയും തടസ്സം മാറ്റാൻ വേണ്ടിയിട്ട് പണ്ട് കാലം മുതലേ ഈ പല സ്ട്രീമുള്ള ആളുകളും ഈ ഗണപതിയെ ആരാധിച്ചിട്ടുണ്ട്. എന്നതുപോലെ ഈ ഉപാസനയിലും വിഘ്നങ്ങൾ തീരാൻ വേണ്ടിയിട്ട് ഗണപതി ഉപാസിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഉദ്ദേശം മാത്രമുള്ള ആൾക്ക് ആ ഗണപതിയെ മാത്രം തിരഞ്ഞെടുത്താൽ മതി. മനസ്സിലായി? അപ്പോൾ എനിക്ക് എൻ്റെ കാര്യങ്ങൾക്കൊന്നും തടസ്സം ഉണ്ടാവരുത്, അതിന് ഗണപതിയെ ഞാൻ ആരാധിക്കണം. അപ്പോൾ ഗണപതിയുടെ ഉപാസന മാത്രം തിരഞ്ഞെടുത്താൽ മതി. ഇനി അടുത്തൊരു സ്റ്റെപ്പും കൂടെ എനിക്ക് കടക്കണമെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്താ? ഇവിടെ വാക്ക് ഉണ്ടാവണം, അല്ലെങ്കിൽ വാഗ്ദോഷം ഉണ്ടാവരുത്. എനിക്ക് ധാരാളം രചനകൾ നടത്താൻ സാധിക്കണം, പ്രസംഗിക്കാൻ സാധിക്കണം. അങ്ങനെയുള്ള വാക്ക് സംബന്ധമായിട്ടുള്ള കഴിവ് നൽകാൻ വേണ്ടിയിട്ട് ആ വാഗ്ദേവതയെ ആരാധിക്കും. ആ വാഗ്ദേവത എന്ന് പറയുന്നത് ബാല ത്രിപുരസുന്ദരി എന്ന് പറയുന്ന ദേവതയാണ്. സരസ്വതിയുടെ ബീജമന്ത്രം പോലെയുള്ള 3 ദേവതമാരുടെ ബീജമന്ത്രമാണ് അതിനകത്ത് പ്രധാനമായിട്ട് വരുന്നത്. അത് മന്ത്രവിഷയമായതുകൊണ്ട് അതിലേക്ക് കിടക്കുന്നില്ല എന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ആ വാഗ്ദേവതയുടെ അനുഗ്രഹം കൊണ്ട് വാഗ്ദോഷം തീർന്നിട്ട് വളരെ നല്ല ഒരു വാക്ക് എന്നിലൂടെ പുറത്തു വരണം എന്നുള്ള ആ ഒരു ഭാവത്തിൽ ആരാധിക്കുന്നവർക്ക് ആ ദേവതയെ ആരാധിച്ചാൽ മതി. ഇനി അടുത്തൊരു സ്റ്റെപ്പും കൂടെ കടന്നിട്ട് അടുത്തൊരു സ്റ്റെപ്പ് വാരാഹി എന്ന് പറയുന്ന ദേവത. അപ്പോൾ ഈ വാരാഹി എന്ന് പറയുന്നത് രാജാവിന്, ഞാൻ നേരത്തെ പറഞ്ഞ ചക്രവർത്തി അല്ലെങ്കിൽ രാജാവിൻ്റെയൊക്കെ അംഗരക്ഷക സ്ഥാനം വഹിക്കുന്ന ദേവതയാണ്. അല്ലെങ്കിൽ ആ ത്രിപുരസുന്ദരി എന്ന് പറയുന്ന മഹാരാജ്ഞിയുടെ അംഗരക്ഷക സ്ഥാനം വഹിക്കുന്ന ദേവതയാണ്. അപ്പോൾ ആ ഏരിയയിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഏരിയയിൽ തൻ്റെ കഴിവുകളെ പ്രകടിപ്പിക്കുന്ന ആളുകൾക്ക്, ഇപ്പോൾ രാജാവിൻ്റെ അംഗരക്ഷകന്മാർ, ഭടന്മാർ, ഇവർക്കൊക്കെ ആ ദേവതയെ പൂജിച്ചാൽ മതി അല്ലെങ്കിൽ ആരാധിച്ചാൽ മതി. അപ്പോൾ അതിനെന്തിനു വേണ്ടിയിട്ടാണ്? ആത്മധൈര്യം ഉണ്ടാകാൻ വേണ്ടിയിട്ട്. നേരത്തെ ചോദിച്ചില്ലേ നിർഭയത്വം എന്ന് പറയുന്നത്. ആ നിർഭയത്വത്തിന് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്താവുന്ന ദേവത വാരാഹിയാണ്. വാരാഹിയുടെ സ്ഥാനം എന്ന് പറയുന്നത് ആജ്ഞാചക്രമാണ്. അപ്പോൾ ആജ്ഞാചക്രത്തിൻ്റെ ആക്ടിവേഷൻ ഉണ്ടായാൽ മാത്രമേ ആജ്ഞാശക്തി ഒരാളോട് എങ്ങനെ തൻ്റെ കാര്യങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം, ഞാൻ പറഞ്ഞ് എങ്ങനെ അനുസരിപ്പിക്കണം എന്നുള്ള ആ ഒരു ഭാവം ഉള്ളിലുണ്ടാവണമെങ്കിൽ ആ ദേവതയുടെ അനുഗ്രഹം വേണം. അപ്പോൾ ആ രീതിയിൽ ഭടന്മാരായിട്ടുള്ള ആളുകൾ പഴയ കാലത്ത് വാസിച്ചിരുന്ന, അല്ലെങ്കിൽ ആ കളരി ദേവത എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഈ കളരി ദേവതാ സമ്പ്രദായത്തിൽപ്പെട്ട ഒരു ദേവതയാണ് ഈ വാരാഹി എന്ന് പറയുന്ന ദേവത. അടുത്തൊരു വടിയും കൂടെ കിടക്കുമ്പം രാജാവിനെ സംബന്ധിച്ച് ആ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എന്ന് പറയുന്ന ഒരു പദമുണ്ടല്ലോ. രാജാവിൻ്റെ കീഴിലൊരു പ്രധാനമന്ത്രി. ആ രാജാവിൻ്റെ കീഴിലെ പ്രധാനമന്ത്രി, ആ പ്രധാനമന്ത്രിയുടെ കീഴിൽ ആണ്, അല്ലെങ്കിൽ രാജാവിൻ്റെ കീഴിലാണ് രാജ്യത്തിൻ്റെ ഭരണം വരുന്നത്. അപ്പോൾ ആ ഭരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വാരാഹി പറഞ്ഞത്. അപ്പോൾ ഈ മാതങ്കിയിൽ ഈ പ്രധാനമന്ത്രിണി എന്ന് പറയും, മഹാരാജ്ഞിയായിട്ടുള്ള ത്രിപുരസുന്ദരിയുടെ, അല്ലെങ്കിൽ സാമ്രാജ്യത്തിൻ്റെ അധിപതിയായിട്ടുള്ള ഈ ത്രിപുരസുന്ദരിയുടെ പ്രധാനമന്ത്രിണി എന്ന് പറയുന്ന പദത്തെയാണ് മാതങ്കി എന്ന് പറയുന്ന ദേവത അലങ്കരിക്കുന്നത്. മാതങ്കിയുടെ സ്ഥാനം എന്ന് പറയുന്നത് ഹൃദയമാണ്. ഹൃദയത്തിൽ ആണ്. അപ്പോൾ ഹൃദയം നൈർമല്യത്തിൻ്റെ ഒരു സ്ഥാനമാണ്. ഉപദേശങ്ങളൊക്കെ സ്വീകരിച്ചാൽ ഹൃദയം കൊണ്ട് ഉപദേശിക്കണമെന്ന് പറയാറുണ്ട്, അല്ലേ? ബുദ്ധി കൊണ്ട് ഉപദേശിക്കരുത്, ഹൃദയം കൊണ്ട് ഉപദേശിക്കണം. ചിലരെ കീഴ്പ്പെടുത്താൻ ബുദ്ധി കൊണ്ട് തന്നെ പ്രയോജനപ്പെടും. അപ്പോൾ ആ ഹൃദയ നൈർമല്യം ഉണ്ടാകാനായിട്ട്, ഹൃദയശുദ്ധി ഉണ്ടാകാനായിട്ട് ഈ മാതങ്കിയെ ഉപാസിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരേപോലെ ബുദ്ധിയും അതുപോലെ ഹൃദയവും ഒരേപോലെ പ്രവർത്തിക്കുന്ന ഒരു സിദ്ധിക്ക് വേണ്ടിയിട്ട് ഉപാസിക്കാവുന്ന ദേവതയാണ് മാതങ്കി. ഈ മാതങ്കി അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിണി എന്ന് പറയുന്നൊരു പദം അലങ്കരിക്കുന്നുണ്ട്. ഒപ്പം മാതങ്കിയുടെ ഒരു പ്രധാന സവിശേഷത സംഗീത ദേവതയാണ്. സംഗീതമായിട്ട് ബന്ധപ്പെട്ട ആളുകളൊക്കെ ഉപാസിക്കുന്ന, ഒരു കാലത്ത് മുത്തുസ്വാമി ദീക്ഷിതരെ പോലെയുള്ള ആളുകളൊക്കെ ഈ ശ്രീവിദ്യയുടെ ഒരു പരമ്പരയിൽ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പല കൃതികളിലും, നവാവരണ കൃതികളൊക്കെ പരിശോധിച്ചാൽ ഈ ഒരു വിധാനം മുഴുവനായിട്ട് നമുക്കതിന് കിട്ടും. അപ്പോൾ ഒരു കാലത്ത് ധാരാളം കവികളും സംഗീതജ്ഞരൊക്കെ ഉപാസിച്ചിരുന്ന ഒരു ദേവതയാണ് മാതങ്കി. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതശൈലി മാറി, നമ്മുടെ ചുറ്റുപാടുകൾ മാറി, നമ്മുടെ സംസ്കാരം മാറി. അപ്പോൾ ഈ കുട്ടികൾ, ഇന്നത്തെ ആ തലമുറ മുഴുവൻ ഇതിൽ നിന്നൊക്കെ വിട്ട് അവർ പുതിയൊരു ലെവലിലേക്കാണ് പോകുന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇങ്ങനെയൊക്കെ ഗുണങ്ങളുണ്ടാകും എന്ന് തിരിച്ചറിയുന്നൊരു കാലഘട്ടത്തിൽ അത് തിരിച്ചു വരും. ഇത് ആരെങ്കിലുമൊക്കെ പ്രയോജനപ്പെടുത്തുന്ന ആളുകളുണ്ടാകും, അവരിതിനെ മനസ്സിലാക്കും. അപ്പോൾ ഈ പറഞ്ഞ മാതങ്കിയുടെ സവിശേഷതയാണ് സംഗീത ദേവത എന്നാണ് പറയുക.
കയ്യിൽ ഒരു തത്തയും ഒക്കെ ആയിട്ടുള്ള ഒരു ദേവതയുടെ സങ്കല്പം വളരെ പ്രസിദ്ധമായിട്ട് ഈ സംഗീതമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ പ്രയോജനപ്പെടുത്താറുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത്, ഒരേ സമയത്ത് നേരത്തെ ഈ ഭോഗമോക്ഷങ്ങളെക്കുറിച്ച് പറഞ്ഞതുപോലെ ഒരേ സമയത്ത് സംഗീതവും അതേപോലെ തന്നെ ബുദ്ധിയും സിദ്ധിയും ഒക്കെ പ്രദാനം ചെയ്യുന്ന ഒരു ദേവതയാണ്. അതുകൊണ്ട് തന്നെ മാതംഗിയെ പ്രധാനമന്ത്രിണി എന്ന് പറയുന്ന പദം കൊടുത്തിട്ടാണ് ഈ രാജരാജേശ്വരിയായിട്ടുള്ള മഹാരാജ്ഞി ത്രിപുരസുന്ദരി അലങ്കരിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ് ദേവതയെ ഉപാസിക്കുന്ന ഗുണം? ഇത് തന്നെയാണ്. നമുക്ക് സംഗീതത്തിൽ കഴിവുകളുണ്ടാവും, ബുദ്ധിപരമായിട്ടുള്ള കഴിവുകളുണ്ടാവും, കൃത്യമായിട്ട് തീരുമാനമെടുക്കാനുള്ള ഒരു ബുദ്ധി നമ്മളെ തോന്നിപ്പിക്കും. മാനേജ്മെൻറ്റ് സിസ്റ്റം, എങ്ങനെ ഒരു കാര്യത്തെ കൈകാര്യം ചെയ്യാം, അല്ലെങ്കിൽ ഒരു കാര്യത്തെ എങ്ങനെ വേണ്ട രീതിയിൽ ആർക്കും ഒരു പ്രശ്നമോ ബുദ്ധിമുട്ടോ ഇല്ലാതെ എങ്ങനെ കൈകാര്യം ചെയ്യാം, ഒരു സിറ്റുവേഷനെ എങ്ങനെ തരണം ചെയ്യാം, അത് നല്ലതാണെങ്കിൽ ചീത്തയാണെങ്കിലും അതെങ്ങനെ തരണം ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായൊരു അറിവ്, അല്ലെങ്കിൽ അതിന് ഒരു തീരുമാനം എടുക്കാനുള്ളൊരു കഴിവ് ഈ ഉപാസന കൊണ്ട് സാധിക്കും. അതാണ് മാതംഗിയുടെ ഒരു പ്രത്യേകത. അടുത്ത പടിയിലേക്ക് പോകുമ്പോഴാണ് ത്രിപുരസുന്ദരി എന്ന് പറയുന്ന ദേവത. അപ്പോൾ ഇതിനിടയ്ക്കൊക്കെ ചില ദശമഹാവിദ്യയായിട്ട് ബന്ധപ്പെട്ട ദേവതാ ഉപാസനാ പദ്ധതികളുണ്ട്. പക്ഷേ ഈ ദശമഹാവിദ്യ സംബന്ധമായിട്ടുള്ള വിഷയത്തെക്കുറിച്ച് പരശുരാമ കൽപ്പസൂത്രത്തിൽ ഉപാസനാ പദ്ധതിയിൽ കൃത്യമായിട്ട് അങ്ങനെ പറഞ്ഞു പോകണില്ല. ഈ ഗണപതി, ബാല, മാതംഗി, വാരാഹി, അല്ലെങ്കിൽ വാരാഹി മാതംഗി, അതിനുശേഷം ത്രിപുരസുന്ദരി എന്ന് പറയുന്ന ആ വിധാനത്തിലാണ് ഈ കാറ്റഗറൈസ് ചെയ്തതിൻ്റെ ഗ്രന്ഥത്തിൻ്റെ ഘടന എങ്ങനെയാണ്. അപ്പോൾ ഈ ത്രിപുരസുന്ദരി തന്നെ പ്രധാനമായിട്ട് 2 വിഭാഗങ്ങളുണ്ട്. അത് പഞ്ചദശി എന്നും ഷോഡശി എന്നും. ഈ പഞ്ചദശി എന്ന് പറയുന്നത് 15 അക്ഷരങ്ങളോട് കൂടിയിട്ടുള്ള ദേവതയുടെ ഉപാസനാ പദ്ധതിയാണ്. അതിൻ്റെ അടുത്ത പടിയാണ് ഷോഡശി എന്ന് പറയുന്ന 16 അക്ഷരങ്ങളോട് കൂടിയിട്ടുള്ള ദേവതയുടെ ഉപാസന. എന്താണ് ഇത് തമ്മിൽ വ്യത്യാസം എന്ന് ചോദിച്ചാൽ, നേരത്തെ പറയില്ലേ എത്ര ആസ്തി ഭോഗമോ എന്ന് വെച്ചാൽ തത്ര മോക്ഷ. എവിടെയാണ് ഭൗതിക സുഖങ്ങളെക്കുറിച്ച് അനുഭവിക്കാനുള്ള ഒരു അവസരം, ആത്മീയ സുഖത്തെ അനുഭവിക്കാനുള്ള അവസരം എവിടെയാണ്? ഭൗതിക സുഖത്തെ അനുഭവിക്കാനുള്ള അവസരം ഈ പഞ്ചദശി എന്ന് പറയുന്ന ദേവത നമുക്ക് തരുന്നുണ്ട്. അതാണ് ഈ രാജ്യത്തിൻ്റെ മുഴുവൻ ഐശ്വര്യങ്ങളും സമ്പത്തും അനുഭവിക്കാനുള്ള ഒരു സിദ്ധി നമുക്ക് തരും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ രാജാക്കന്മാരും രാജ്യം ഭരിച്ചിരുന്ന ആളുകളൊക്കെ ഉപാസിച്ചിരുന്നത് ഈ പഞ്ചദശി എന്ന് പറയുന്ന, അത് വീരോപാസനയും കൂടെയാണ് ഒരു സമയത്ത്. കൗളമാർഗ്ഗമൊക്കെ വരുന്നത് ആ പഞ്ചദശിയോട് കൂടിയിട്ടാണ് കൗളമാർഗ്ഗത്തിൻ്റെ ഒരു ഘടന അവിടെ വയ്ക്കുന്നത്. സമയാചാരം എന്ന് പറയുന്നൊരു ശ്രീവിദ്യാ സമ്പ്രദായത്തിൽ ഷോഡശിക്കാണ് പ്രധാനമായിട്ട് സ്ഥാനം കൽപ്പിക്കുന്നത്. ഈ ഷോഡശിയിൽ ഒരൊറ്റ അക്ഷരത്തിൻ്റെ കൂടുതലുള്ളൂ, പക്ഷേ ആ ഒറ്റ അക്ഷരത്തിന് അത്രമാത്രം ശക്തിയുണ്ട് എന്ന് പറയാറുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ട്, ഒരു സൂചിയുടെ അറ്റത്തേക്ക് വരുമ്പോഴാണ് അതിന് മൂർച്ച കൂടുന്നത്, അല്ലേ? അതിൻ്റെ സ്ഥൂലമായ രൂപത്തിന് കട്ടി കൂടിയ ഭാഗത്തിന് ശക്തി കുറവായിരിക്കും, അല്ലെങ്കിൽ അതിനെ ആ തുളച്ച് കയറാനുള്ള ശക്തി കുറവായിരിക്കും. പക്ഷേ അത് മൂർച്ചയേറിയ കൂർത്തു വരുന്ന ഭാഗത്തേക്ക് വരുമ്പോൾ, സൂക്ഷ്മതലത്തിലേക്ക് വരുമ്പോൾ ശക്തി കൂടും എന്നതുപോലെ ആ ഒരക്ഷരത്തിന് അത്രത്തോളം പ്രാധാന്യമുണ്ട്. സൂചിയുടെ മുന പോലെയാണ്. അത് പറയാറുണ്ട്, നിങ്ങൾ രാജ്യം ദേയം ശിരോദേയം നദേയം ഷോഡശാക്ഷരി എന്ന് പറയാറുണ്ട്. നിങ്ങൾ രാജ്യം കൊടുത്തോളൂ, നിങ്ങളുടെ ശിരസ് തന്നെ കൊടുത്തോളൂ, പക്ഷേ ഷോഡശാക്ഷരി എന്ന് പറയുന്ന മന്ത്രം നിങ്ങൾ വേറാക്കി കൊടുക്കരുത് എന്ന് പറയാറുണ്ട്. അപ്പോൾ അത്രത്തോളം ഗുരുവിന് ബോധ്യപ്പെട്ടാൽ മാത്രമേ ആ മന്ത്രം ഉപദേശിക്കാൻ പാടുള്ളൂ. അല്ലാത്തവരതിനെ മിസ്യൂസ് ചെയ്യും എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ, അല്ലെങ്കിൽ അതിന് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താൻ സാധിക്കില്ല. ചില ബുദ്ധിപരമായിട്ടുള്ള ചില കഴിവുകൾ നഷ്ടപ്പെടും, നേരെ തിരിച്ചായിപ്പോവും. അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഈ തന്ത്രശാസ്ത്രം കൈകാര്യം ചെയ്യുമ്പോൾ ഉണ്ട്. ഒരേ വരൂ എന്നുള്ള ആ ഒരു പദത്തെ തന്നെ നമ്മൾ പല രീതിയിൽ പല ടോണിൽ പറയുമ്പം അർത്ഥം മാറുന്ന ഒരു ഇതുണ്ടല്ലോ. എന്ന് പറഞ്ഞതുപോലെ ഇതിനെ വേണ്ട രീതിയിലും വേണ്ടാത്ത രീതിയിലും പ്രചോദനപ്പെടുത്താനുള്ള സാഹചര്യമുണ്ട്. അപ്പം അങ്ങനെ തലതിരിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ചില ക്ലോസും കൂടെ അവിടെ വയ്ക്കുന്നത്. അതുകൊണ്ട് രാജ്യം ദേയം ശിരോദേയം നദേയം ഷോഡശാക്ഷരി, അത്രത്തോളം പ്രാധാന്യം ആ മന്ത്രത്തിനുണ്ട് എന്നുള്ളതാണ് അതിനകത്ത് മനസ്സിലാക്കേണ്ടത്. അടുത്തൊരു സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ ഈ ഷോഡശിയും കഴിഞ്ഞിട്ട് മഹാഷോഡശി എന്ന് പറയുന്ന ഒരു പദ്ധതിയുണ്ട്. മഹാഷോഡശി ഇതൊക്കെ ഗുരുവിൽ നിന്ന് നേരിട്ട് മന്ത്രം ദീക്ഷയായിട്ട് വാങ്ങേണ്ട കാര്യങ്ങളാണ്. മഹാഷോഡശിയും കഴിഞ്ഞിട്ട് പര എന്ന് പറയുന്നൊരു ദേവത, അല്ലെങ്കിൽ പര എന്ന് പറയുന്ന ഒരു ഭാവം ഉണ്ട്. അപ്പോൾ തന്ത്രശാസ്ത്രത്തിൻ്റെ ശാക്തേയ സിദ്ധാന്തത്തിൽ ഏറ്റവും ടോപ്പിൽ ഉള്ള ഒരു സിദ്ധാന്ത തലമാണ് പര എന്ന് പറയുന്നത്. ആ പരോപാസനയിലാണ് ഈ പരശുരാമ കൽപ്പസൂത്രം കൊണ്ടുപോയിട്ട് അവസാനിപ്പിക്കുന്നത് എന്നാണ് ഇതിൻ്റെ സ്ട്രക്ചർ. എങ്ങനെയാണ് പര എന്ന് പറയുന്ന ഒരൊറ്റ അക്ഷരമേ ഉള്ളൂ ആ മന്ത്രത്തിന്. ആ അക്ഷരത്തിന് അപ്പോൾ ഞാൻ നേരത്തെ സൂചിയുടെ മോനെ പറഞ്ഞതുപോലെ അത്രത്തോളം സൂക്ഷ്മമാണ്, അത്രത്തോളം ദൃഢമാണ്, അത്രത്തോളം ശക്തി അതിനുണ്ട്. അപ്പോൾ ആ പരയിൽ പോകുമ്പോൾ ലയമാണ്, കൂടുതൽ അക്ഷരമാണ്. അപ്പോൾ പ്രണവം എങ്ങനെയാണ്? ആ പ്രണവത്തിന് വെറും ഓംകാരം, അകാര ഉകാരം അകാരങ്ങൾ, അതിൻ്റെ നാദം ബിന്ദു എന്ന് പറയുന്ന ചില ഭാവങ്ങളും കൂടെ വരുമ്പം അത് സൂക്ഷ്മമായിട്ടുള്ള അപ്പോൾ ആ ഓംകാരത്തിന് അത്രത്തോളം ശക്തിയുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഈ
പര എന്ന് പറയുന്ന അക്ഷരത്തിന്, ഈ പര എന്ന് പറയുന്ന ബീജമന്ത്രത്തിന് അത്രത്തോളം ശക്തിയുണ്ട്. പരയിലാണ് ഈ തത്വം പോയിട്ട് അവസാനിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ പരയിൽ നിന്നാണ് ഈ തത്വങ്ങളെല്ലാം തുടങ്ങുന്നത്. ശിവനും ശക്തിയും കൂടെ ചേർന്ന് സദാശിവൻ എന്ന് പറയുന്ന ഒരു തത്വം, മൂന്നാമത്തെ തത്വത്തിലേക്ക് വരുമ്പോൾ ആ തത്വത്തിൻ്റെ ഘടനയിൽ ഏറ്റവും ടോപ്പിൽ പോയി നിൽക്കുന്നത് പര എന്ന് പറയുന്ന അവസ്ഥയിലാണ്. പരാശക്തി എന്നൊക്കെ നമ്മൾ സാധാരണ പറയും. എന്താണ് ഈ പരാശക്തി എന്ന് പറഞ്ഞാൽ? ഏറ്റവും ആദ്യത്തെ ശക്തിയാണ്. ഇപ്പോൾ ഒരു പ്രപഞ്ചം ഉണ്ടാകുന്നത് സ്ഫോടനത്തിൽ നിന്നാണെന്ന് പറഞ്ഞാൽ ആ സ്ഫോടനത്തിന് കാരണമായതെന്തോ അതാണ് പരാശക്തി. ഒരു സ്ഫോടനത്തിന് എന്താണോ സ്ഫോടനം, ആ സ്ഫോടനം സംഭവിച്ച സാധനമാണ് ശിവൻ. അപ്പോൾ ശിവനിൽ ഈ ശക്തി ചേരുമ്പോഴാണ് സ്പന്ദം എന്നൊക്കെ ഇതിന് പറയും. ഈ സ്പന്ദ സിദ്ധാന്തം എന്ന തന്ത്രശാസ്ത്രത്തിനെ വിളിക്കുക. ആ സ്പന്ദം ഉണ്ടാകുമ്പോഴാണ് പ്രപഞ്ചം പലതായിട്ട് മാറുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഭൂമിയിലെത്തിക്കുന്നതാണ്. ശിവൻ, ശക്തി, സദാശിവൻ, ശുദ്ധവിദ്യ തുടങ്ങിയിട്ട് ഇങ്ങനെ വന്ന് 36ാമത്തെ പൃഥ്വി, ഏറ്റവും അവസാനത്തെയാണ് ഭൂമി. ആ ഭൂമിയിലെത്തി നിൽക്കുന്ന 36 തത്വങ്ങൾ, നേരത്തെ ആ പറഞ്ഞ സാഖ്യന്മാരുടെ 25 തത്വങ്ങൾ, ഭൂമി മുതൽ ആകാശം വരെയുള്ള 5 തത്വം, അതിനുശേഷം ശബ്ദതന്മാത്ര തുടങ്ങിയിട്ടുള്ള ഓരോ തന്മാത്രകൾ, അതിനെ അറിയാനുള്ള ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം, പിന്നെ പ്രകൃതി, പുരുഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ വരെയും സാഖ്യന്മാർക്കുള്ളൂ. വൈഷ്ണവ ദർശനത്തിലും അത്രയേ ഉള്ളൂ. അതിനുശേഷം ബാക്കിയുള്ളതെല്ലാം ഈ എക്സ്ട്രീം ലെവലിലേക്ക് പോകുമ്പോഴാണ് അതിന് നമുക്ക് സൂക്ഷ്മമായിട്ട് അറിയാനേ കഴിയുള്ളൂ, കാണാൻ സാധിക്കില്ല. ഇതൊക്കെ അറിയാനേ ശിവൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാനേ സാധിക്കും, ശിവനെ കാണാൻ സാധിക്കില്ല, അത് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ എക്സ്ട്രീമിലേക്ക് പോകുമ്പോൾ ഇതൊക്കെ സൂക്ഷ്മമാണ്. ആ സൂക്ഷ്മമായിട്ട് എവിടെയാണോ ആരംഭം, ആ ആരംഭമാണ് പര. അതിനെ അറിയാനാണ് ഈ പരശുരാമകൽപസൂത്രം എന്ന് പറയുന്ന തന്ത്രഗ്രന്ഥം തന്നെ നിർമ്മിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പം അത്രത്തോളം കൃത്യമായ രീതിയിൽ നമുക്കൊന്നും അതിനകത്ത് മാറ്റി നിർത്താനില്ല. അതിൻ്റെ ചില ഉപാസനാ പദ്ധതിയിൽ ഈ നിത്യം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാം. ഈ നിത്യം ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പറയും കരാഗ്രേ വസതേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി എന്നൊക്കെ പറയാറുണ്ടല്ലോ. അത് സാധാരണ ജീവിതത്തിൽ നമ്മുടെ സംസ്കാരത്തിൽ എങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതുപോലെ പല സംഗതികളും കാലത്ത് എഴുന്നേൽക്കുന്നത് മുതൽ നമുക്ക് ചെയ്യാനായിട്ട് ഈ ഉപാസനാ പദ്ധതിയിലുണ്ട്. അതൊക്കെ നമ്മൾ അതിൻ്റെ അർത്ഥങ്ങളിലേക്ക്, സംസ്കൃത വാക്കുകളായതുകൊണ്ട് നമുക്കതിനെ ചിലർക്ക് എല്ലാവർക്കും മനസ്സിലായൊന്നുമില്ല. പക്ഷേ അതിൻ്റെ അർത്ഥങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പം ഇതൊക്കെ പല സിദ്ധികളായിട്ട് ബന്ധപ്പെട്ടും മനുഷ്യൻ്റെ ഡെയിലി ലൈഫുമായിട്ട് ബന്ധപ്പെട്ട്, ഡെയിലി ലൈഫാണല്ലോ നമുക്ക് പ്രധാനം. ജനിച്ചു കഴിഞ്ഞാൽ മരിക്കുന്നത് വരെ നമ്മളെങ്ങനെ തള്ളി നീക്കും, ഇതാണ് മനുഷ്യൻ്റെ ഒരു പ്രശ്നം. നമ്മളെല്ലാം പോയിട്ട് ഓരോ കാര്യങ്ങളും കെട്ടുപാടുണ്ടാക്കുകയാണല്ലോ. ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഇന്ന് ഒരു കെട്ടുപാടുണ്ടാക്കി, നാളെ വേറൊരു കെട്ടുപാടുണ്ടാക്കി, മറ്റന്നാൾ വേറെ. അപ്പോൾ ഇതൊക്കെ അഴിക്കാനായിട്ട് വീണ്ടും ശ്രമിക്കും. അപ്പോൾ നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ മരിക്കുന്നവരെ ഈ കെട്ടുപാടുകളാണ്. ആ കെട്ടുപാടുകളിൽ നിന്നെല്ലാം ഇങ്ങനെ വിട്ട് സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കാനുള്ള കൃത്യമായൊരു വഴിയാണ് ഈ ഉപാസനാ പദ്ധതി നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ കെട്ടുപാടുകൾ ഉണ്ടാകുന്നത് എങ്ങനെയെന്നും കൂടെ ഇതിൻ്റെ അകത്തുള്ള ഓരോ മന്ത്രങ്ങളും പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓരോ ദേവതയുടെ സ്വരൂപവും ഓരോ ദേവതയുടെ മന്ത്രവും അതിൻ്റെ സിദ്ധിയും അറിയുമ്പോൾ മനസ്സിലാക്കുമ്പോൾ നമുക്കെങ്ങനെയാണ് ഈ കെട്ടുപാടുകൾ ഉണ്ടാകുന്നത് എന്നറിയാൻ സാധിക്കും. അപ്പോൾ അതിന് അഴിക്കാനായിട്ട് നിഷ്പ്രയാസം സാധിക്കും. കെട്ടുപാടുകൾ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അത് അഴിക്കാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞതുപോലെ അതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു ഗ്രന്ഥം തന്നെയാണ് ഈ പരശുരാമകൽപസൂത്രം.